ബഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് കുറേ കളർ എല്ലാ കുട്ടികൾക്കും സുഖമല്ലേ? എല്ലാവരുടെ നാട്ടിലേക്കും മഴയൊക്കെ പെയ്തോ? എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ 3-5 മഴ കിട്ടി. എന്താ പറയുക, ഭൂമിയൊക്കെ നല്ലോണം ഒന്ന് തണുത്തു, ചെടികളൊക്കെ എല്ലാം അത്യാവശ്യം നല്ലൊരു എനർജിയിൽ വീണ്ടും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. അതായത് റോസാ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുമുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടുപോകാം അല്ലേ? ഇന്നത്തെ ഒരു വെറൈറ്റി കണ്ടൻറ്റാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മളെല്ലാവരും അതായത് റോസ് ചെടിയിൽ ബഡ് ചെയ്തിട്ട് കുറേ കളറുകളിൽ പൂക്കൾ വിരിയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ബഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് കുറേ കളറിൽ നമുക്ക് പൂക്കളാക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണാം. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ഗ്രൗണ്ട് ജെറേനിയും ഹാങ്ങിങ് ജെറേനിയും ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയിൽ നിറച്ച് പൂക്കളോട് കൂടിയാണ് നമ്മുടെ ചെടി ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ റോസ് ചെടിയിൽ നിന്നും നമുക്കൊരു 2-3 ചെടി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ 2-3 ചെടി ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല 3 റോസാ ചെടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്താണെന്ന് കാണാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് നല്ല ഒരു പോട്ടാണ്. അപ്പോൾ ഇത് എന്ത് പോട്ടാന്ന് വെച്ചാൽ നമ്മുടെ താമരയൊക്കെ നട്ട് വളർത്താൻ വേണ്ടി നമ്മൾ മേടിക്കുന്ന ആ ഒരു ചെറിയൊരു ബേസനില്ലേ, അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല വീതിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റോസിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മുടെ ചെടികൾ നടാനായിട്ടുള്ള പോട്ടി മിക്സർ ഞാനിവിടെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കണ പോട്ടി മിക്സർ ഡെയിലി നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വരുമ്പോൾ കിട്ടുന്ന കരിയിലയുണ്ടല്ലോ, കരിയിലയുണ്ട്. കൂടാതെ കുറച്ച് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കുമ്മായം ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് ഇവിടെ ഇട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഉണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് വേണ്ടപ്പോൾ എടുത്താൽ മതിയേ. അപ്പോൾ നമുക്കൊരു കുറച്ച് പോട്ടി മിക്സർ ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടിൻ്റെ അടിയിൽ നമുക്ക് ആദ്യം വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ ഉണ്ടല്ലോ, കുറച്ച് ചകിരീൻ്റെ തൊണ്ടോ അല്ലെങ്കിൽ ചിരട്ട അല്ലെങ്കിൽ എന്താ പറയുക ഓടിൻ്റെ കഷ്ണം, അങ്ങനെ എന്ത് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുറച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതുണ്ടല്ലോ ഇത് നമ്മുടെ ശീമക്കൊന്നയാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട്, ഇല്ലെങ്കിൽ കരിയിലേക്ക് ആയാലും മതി, ഒരു കുഴപ്പമില്ല, പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ, നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച പോട്ടി മിക്സറല്ലേ, അത് നമുക്കങ്ങോട്ട് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കൊണ്ടുവന്ന് വെച്ച പോട്ടി മിക്സറാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ, ഇനി നമ്മുടെ നല്ല ഭംഗിയുള്ള റോസില്ലേ, അപ്പം നമ്മുടെ ഭംഗിയുള്ള റോസാ ചെടീനെ നമുക്കിതിലേക്ക് നട്ടു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3 കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടിലൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലുണ്ടല്ലോ, നമുക്ക് 3, 4, 5, 6 ഒക്കെ കളർ നമുക്ക് ഒരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവേ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നട്ടു കൊടുക്കുക കേട്ടോ. കുറച്ച് അടിയിലെ ലേശം മണ്ണ് ഞാൻ കളയുന്നുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ കണ്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു സൈസിൽ വരുന്നത് ഇതൊരു സ്മോൾ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ചെറിയ വിലയ്ക്ക് റോസ് ചെടി മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെയൊക്കെ ചെടികൾ മേടിക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ വൈറ്റ് എടുക്കാം. അടുത്ത റോസിനെ നമ്മളിവിടെ അങ്ങോട്ട് നട്ടു കൊടുക്കാം. ആഹാ, എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇതുപോലെ നട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ചെടിയിൽ ഇനി നിറച്ച് നമുക്ക് പൂക്കളാക്കി എടുക്കണം. എന്ത് ഭംഗിയായിരിക്കും നമ്മുടെ ചെടി കാണാമെന്നറിയോ. അപ്പോൾ ഈ റോസ് ചെടീനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, എന്തായാലും ഇതുപോലെയൊക്കെ നട്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ നമുക്ക് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചെടിയിലോട്ട് ഇറങ്ങാനും നോക്കാനും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി ഏകദേശം മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വീണ്ടും നമ്മുടെ ചെടിയിലൊക്കെ ഉഷാറായിട്ട് വരണം കേട്ടോ. നമുക്ക് ഒത്തിരി നല്ല പൂക്കളൊക്കെ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പോട്ടിലുണ്ടല്ലോ ഞാനൊരു 3 ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പോട്ടി മിക്സർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ റോസ് ചെടീൻ്റെ ചുവട് മൂടത്തക്ക രീതിയിൽ നല്ലതുപോലെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഫുള്ളാക്കിയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും വളങ്ങൾ കൊടുക്കണ്ടേ.
അപ്പോൾ ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട്? കിടിലല്ലേ? അതായത് നമ്മളെല്ലാവരും ഒരു ചെടിയിൽ പല കളറായിട്ട് ബെഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു പോട്ടിൽ നമ്മൾ പല കളർ ചെടികൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഇതിലെല്ലാം ഒരുപോലെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പം കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഇത് പോയി കഴിയുമ്പോൾ നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കണേ. കട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് പുതിയ നല്ല ബ്രാഞ്ചസ് ആയിട്ട് കൂടുതലും റോസാപ്പൂക്കൾ വരുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ റോസാ ചെടിക്ക് കൊടുക്കേണ്ടത്, ഇത് നട്ടൊരു 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ NPK 19 ഇലകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ചുവട്ടിലിച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ചെടികൾ വല്ലാതെ മുരടിച്ചൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം കാണുവാണെങ്കിൽ ഒരല്പം DAP കൂടെ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ റോസാ ചെടീനെ. നമ്മുടെ ഈ റോസ് ചെടീനെ നനച്ച് കൊടുത്തിട്ട് ഒരു 3-4 ദിവസം നല്ല തണലത്തിരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് വെയിലത്തോട്ട് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ നല്ല നാടൻ കാശ്മീർ റോസിൻ്റെ വൈറ്റും അതുപോലെ തന്നെ നമ്മുടെ റെഡും കൂടെ കൂടുന്നതാണ് കേട്ടോ. ഇതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതാ നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റാണ്. എല്ലാത്തിലും നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ പ്ലാന്റാണ്. ഇതും കാണിച്ചു തരാം. ഇതൊക്കെ കിടിലൻ പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ റോസാ ചെടിയിൽ ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലത്തെ നല്ല വൈറ്റ് കാശ്മീർ റോസൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ വീട്ടിൽ കൂടെ നട്ടുപിടിപ്പിക്കണം കേട്ടോ. ഒത്തിരി പൂക്കളിങ്ങനെ നിറഞ്ഞുണ്ടാകും കേട്ടോ നമ്മുടെ ഈ ഒരു ചെടിയിൽ. ഇതാ ഈ ഒരു ചെടി കാണുമ്പോൾ മനസ്സിലാകും, നിറച്ച് കൊല കുത്തി പൂക്കളാണ്. ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന മറ്റു പൂക്കളാണ്. നല്ല ഭംഗിയാണ്. ഇപ്പം എന്താ വെച്ചാൽ ചെറിയൊരു തണുപ്പൊക്കെ കിട്ടിയപ്പോഴേക്കും ചെടികൾ മൊത്തത്തിൽ അങ്ങ് ഉഷാറാകാനായിട്ട് തുടങ്ങി. ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള പീച്ച് കളറിലുള്ള ഒരു ബട്ടൺ റോസിനേക്കാൾ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിന്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചെടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ നമുക്ക് ഒരു ചെടിയിൽ തന്നെ പല കളറുകൾ വെച്ച് ഒത്തിരി നല്ല ഭംഗിയുള്ള ചെടിയാക്കിയെടുക്കാം, നല്ല പൂക്കൾ വിരിയിക്കാവേ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം. ബൈ.